ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടം ഉണ്ടായ ഒരു മേഖലയാണ് തൂക്കുപാലം. ഇവിടെ ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിട്ടത് വ്യാപാരികൾക്കാണ്. വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് പുഴയാണ്. പുഴയിൽ നിന്ന് വെള്ളം പുഴ കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുകയും ഈ റോട്ടിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ഈ രണ്ട് വശത്തുള്ള കടകൾ, താഴ്ന്ന പ്രദേശത്തുള്ള കടകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഈ കട എന്തായിരുന്നു? മലഞ്ചരക്ക് ഏലക്ക ഉണ്ടായിരുന്നു. ഏലക്ക, കുരുമുളക്, കാപ്പിക്കുരു, ചുക്ക് എല്ലാം പോയി. എത്ര രൂപയുടെ നഷ്ടമുണ്ടോ? 20 പോയി. സാധനം പോയി. സ്റ്റവ് സർവീസ് കടയാണത്. മൊത്തം വെള്ളം കയറി മൊത്തം നഷ്ടം. 10-15 അടുപ്പുണ്ടായിരുന്നു, എല്ലാം പോയി. എത്ര രൂപയുടെ നഷ്ടമുണ്ടാവും? ഒരു 2 ലക്ഷം രൂപ അടുത്ത് മൊത്തത്തിൽ നഷ്ടമുണ്ട്. എനിക്ക് മാത്രം. മറ്റുള്ള കടകളിലെല്ലാം ഉണ്ട്. ഈ ഒട്ടും ഏറ്റവും വലിയ ക്ഷാമം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെക്ക് ഡാം വന്നു. അതിനുശേഷമാണ് ഇവിടുത്തെ ഇതുപോലെ വെള്ളം കയറാൻ തുടങ്ങിയേക്കുന്നതും ഇതുപോലെ ബുദ്ധിമുട്ടായതും. ഇവിടെ ഒരു സാധനം ഒഴുകി പോകുന്നില്ല. ഈ മരങ്ങളും അതുപോലെ സാധനം ഇവിടെ തങ്ങിക്കുവാണ്. ഇത് 35 വരെ മുമ്പ് അടുത്ത സംഭവം ഉണ്ടായിട്ടുള്ളൂ. 35 വരെ മുമ്പാ. ഇപ്പൊ ഉണ്ടാകുന്നത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. 2025 ഉണ്ടാകുന്നത്. വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ വലിയ രീതിയിൽ സമ്പത്ത് ചെലവാക്കണം. അതോടൊപ്പം തന്നെ പഴയതെല്ലാം പുനഃസ്ഥാപിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ഫർണിച്ചർ അടക്കം പലതും വെള്ളത്തിൽ പൂർണ്ണമായും മുങ്ങിക്കിടക്കുന്നു. അതോടൊപ്പം തന്നെ പലതും ഒഴുകിപ്പോയി ചെളി കയറി നശിച്ചു പോയതുണ്ട്. അങ്ങനെ ഈ മേഖലയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ആൾനാശം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതിനപ്പുറം വലിയ സാമ്പത്തികമായിട്ടുള്ള അതോടൊപ്പം തന്നെ മറ്റ് വസ്തുക്കൾ ആയിട്ടുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്ത്. തൂക്കുപാലത്ത് നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.